പലതരത്തിലുള്ള കോൺസ്പിരസി തിയറികൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന്, കെ സി വേണുഗോപാൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 2 ഉപതെരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോവില്ല. ആ ഉപതെരഞ്ഞെടുപ്പിൽ 2ലും തോറ്റാൽ, ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ പോലും അദ്ദേഹത്തിന് തിരിച്ചടിയാണ് രാഷ്ട്രീയമായി. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ മറ്റേതോ തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് ആണ് എന്ന് വാദിക്കുന്നവരുണ്ട്. മറ്റൊന്ന്, ഇന്ന് നിരീക്ഷകർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, നിരീക്ഷകർ ആ ലിസ്റ്റുമായി പുറത്തിറങ്ങുമ്പോൾ ആ ലിസ്റ്റ് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അത് വേറെ എന്തോ സ്റ്റേജ് മാനേജർ കാര്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കഥയല്ല, നിരീക്ഷണം. ഹൈക്കമാൻഡ് തന്നെ കെ സി വേണുഗോപാലിനെ ഡൽഹിയിൽ നിന്നൊരു എക്സിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ തന്നെ ആഗ്രഹിക്കുന്നു അദ്ദേഹം കേരളത്തിലേക്ക് പോകണമെന്ന്. ഇതിലൊക്കെ വല്ല വസ്തുത ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെയുള്ള കഥകൾ സ്വാഭാവികമായിട്ട് ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാലിന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആസാമിൽ നടന്നു, തമിഴ്നാട്ടിൽ നടന്നു, ബംഗാളിൽ നടന്നു, പിന്നെ മണിപ്പൂരിൽ നടന്നു, അങ്ങനെ മറ്റു പലയിടത്തും തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെയൊക്കെയും കെ സി വേണുഗോപാലിന് തന്നെയാണ് ചുമതല. അദ്ദേഹമാണ് സംഘടനാ ജനറൽ സെക്രട്ടറി. അവിടുന്ന് ടിക്കറ്റ് കൊടുക്കേണ്ടതും പണം കൊടുക്കേണ്ടതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. അവർക്ക് പാർട്ടി ചിഹ്നം കൊടുക്കാനുള്ള കത്ത് കൊടുക്കേണ്ടതൊക്കെ അദ്ദേഹം തന്നെയാണ്. അങ്ങനെ കൊടുത്തയിടത്തൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും കൂടി ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ ആ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇന്നേ വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം കേരളത്തിൽ എന്ത് റോളാണോ വഹിച്ചത് ആ റോൾ തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും. ഇതിലും വലിയൊരു പൊളിറ്റിക്കൽ തിയേറ്റർ തമിഴ്നാട്ടിൽ നടക്കുകയാണ്. ഒരു മുന്നണി വിട്ട് മറ്റൊരു പാർട്ടിയെ പിന്തുണയ്ക്കാൻ പോവുകയാണ് കോൺഗ്രസ്. അതെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ഒരു റോള് ഇദ്ദേഹം എന്താണോ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയിലൊട്ടാകെ എന്ത് ചുമതലയാണോ വഹിക്കുന്നത് ആ ചുമതല തന്നെയാണ് അദ്ദേഹത്തിന് കേരളത്തിലുള്ളത്. കേരളത്തിൽ മാത്രം ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിലേക്ക് ക്ലെയിം അദ്ദേഹത്തിന് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആസാമിലെ പ്രതിപക്ഷ നേതാവാൻ വേണ്ടി മത്സരിക്കട്ടെ, അവിടെ അദ്ദേഹത്തിന് ഇതേ അവസരം, ഇതേ ക്ലെയിം ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. താങ്കൾ സൂചിപ്പിച്ചതിൽ ധ്വനി എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെ ഈ ഡൽഹിയിൽ നിന്ന് പിന്നെ കെട്ടുകെട്ടിക്കുക എന്നുള്ള, ഞാൻ ആ വാക്ക് മാറ്റുകയാണ്, അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞേക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ താല്പര്യമായിരിക്കാം. ഒരു പക്ഷേ പിന്നെ ഇവിടെ വന്ന നിരീക്ഷകരോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവരോടൊപ്പം ഉള്ളവരോ അവർക്ക് പിന്നിലുള്ളവരോ ആയ പലർക്കും ആ താല്പര്യം ഉണ്ടായിരിക്കാം. അത് ഒരു പിന്നെ എന്താ പറയുക, മാന്യമായ ഒരു എക്സിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് ഇവിടെ ഒരു പൊസിഷൻ കൊടുക്കുന്നതിലൂടെ അത് നിർവഹിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവാം. രണ്ടാമത്, ഈ കെ സി വേണുഗോപാൽ തന്നെ ഒരു ക്ലെയിം ഇവിടെ വെക്കുകയാണ് എന്നും കൂടി പറയാം. ഈ തർക്കത്തിൽ ഒരു കാരണവശാലും കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് അനുവദിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഒരു മണ്ടനൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമുണ്ട്, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ക്ലെയിം വെക്കുകയാണ്. ഇവിടെ നാളെ എന്ത് തർക്കം ഉണ്ടായാലും, ഇത് കോൺഗ്രസ്സാണ്, ഇത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, ഇവിടെ തർക്കങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു ചോയ്സ് ആയിട്ട് വീണ്ടും ഇറങ്ങി വരാനുള്ള ഒരു അവസരം, ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി വെക്കുകയാണ് എന്നുള്ള, പിന്നെ അങ്ങനെ ഒരു വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെ പലതരം വ്യാഖ്യാനങ്ങളുണ്ട്.